ഹേ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കോംബോ റെസിപ്പി ആയിട്ട് വന്നിട്ടുള്ളത് അടിപൊളിയായിട്ടുള്ള വെള്ളയപ്പവും അതുപോലെ തന്നെ വെള്ളക്കടലേൻ്റെ ആ ഒരു കുറുമിയില്ലേ, ആ ഒരു കറിൻ്റെയും റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ, പക്ഷേ കോംബോ ആയിട്ട് ഒന്നുകൂടി ഇട്ടുന്നേ ഉള്ളൂ. അപ്പോൾ ആദ്യം തന്നെ പച്ചരി, നമ്മൾ റേഷൻ പിടിയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ടൈപ്പ് പച്ചരി, ആ ഒരു പച്ചരി ഈ ഒരു കപ്പിന് 2 കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. 250 ml കപ്പാണ്. അതൊന്ന് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് ഇനി ഇതിലേക്ക് 1 കപ്പ് അരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 കപ്പ് തേങ്ങ, 1.5 ടേബിൾ സ്പൂണോളം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം നമ്മളെ പഞ്ചസാരയില്ലേ അതും കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം കൂടി നല്ലോണം നമുക്ക് മിക്സ് ചെയ്തിട്ട് ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഞാനിത് രാവിലത്തേക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതെന്ന്, അപ്പോൾ അതുകൊണ്ട് രാത്രി തന്നെ ഇതെല്ലാം കുതിർത്തി ഒന്ന് സെറ്റ് ആകുന്നുണ്ട്. പക്ഷേ ഇത് പച്ചരി ആയതുകൊണ്ട് 2 മണിക്കൂറേ സെറ്റ് ആവാൻ വേണ്ടൂ. പച്ചരി പൊടി ഉണ്ടെങ്കിൽ നമുക്കിതെല്ലാം ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കാം കേട്ടോ. ഒന്ന് ഈസ്റ്റ് ഇട്ടുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഒരു അരമണിക്കൂർ പൊങ്ങാൻ വേണ്ടി മാത്രം അരച്ചിട്ട് വെച്ചാൽ മതി. പക്ഷേ ഇത് ഞാൻ രാവിലേക്ക് ഉണ്ടാക്കുന്നതായതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവരുടെ അടുത്തും പച്ചരിപ്പൊടി ഉണ്ടാവില്ലല്ലോ, അപ്പോൾ പച്ചരി വെച്ചിട്ട് ജസ്റ്റ് കാണിച്ചു തരുന്നേ ഉള്ളൂ കേട്ടോ. പൊടി വെച്ചിട്ടുള്ള വീഡിയോ നെക്സ്റ്റ് ടൈം കാണിച്ചു തരാം. അപ്പോൾ എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് കുതിർക്കാൻ വേണ്ടി വെക്കാം കേട്ടോ. വെള്ളം എന്ന് വെച്ചാൽ ഓവർ ഒഴിക്കണ്ട, ജസ്റ്റ് കാണുന്ന രീതിയിൽ അതിന് ജസ്റ്റ് സമമായിട്ട് മാത്രം ഒഴിക്കുന്നില്ല കേട്ടോ. അരി കുതിർക്കുമ്പോൾ ഈ രാവിലെ ആയിട്ട് ഞാൻ ഇതൊന്ന് അരച്ചെടുക്കാൻ പോകുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് ഒരു ട്രിപ്പ് ഞാൻ അരച്ചെടുത്ത് പോയി, അതിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയിട്ട് എന്നിട്ട് രണ്ടാമത്തെ ബാച്ച് ഇങ്ങനെ അരക്കിയെന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരക്കാം കേട്ടോ. ഓവർ വെള്ളം ഒഴിച്ചിട്ട് അരി അരയാണ്ട് നിൽക്കണ്ട, നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം കേട്ടോ. ഒന്ന് ശ്രദ്ധിക്കാനില്ലെന്ന് വെച്ചാൽ ഇത് അരച്ചെടുക്കുമ്പോൾ വന്നിട്ടാണ് ഞാൻ ഉപ്പ് ചേർക്കുന്നത്. സോക്ക് ചെയ്യുന്ന ടൈം ഉപ്പ് ചേർക്കുന്നില്ല. അപ്പോൾ ഇത് നല്ലോണം നമുക്ക് ഫൈനായിട്ട് അരച്ചെടുക്കാം കേട്ടോ. ഒരു തെരി പോലും ഇല്ലാണ്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം കേട്ടോ. എന്നാലേ നമ്മളെ വെള്ളയപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കുറച്ച് ലൂസ് പരുവത്തിലാണ് കേട്ടോ വേണ്ടത്. അതിൽ നല്ലോണം അരച്ചെടുത്തിട്ട് ആ ഒരു മിക്സിൻ്റെ ജാറിനെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓവർ കട്ടിയും വേണ്ട, എന്നാൽ നല്ലോണം ലൂസ് ആവേണ്ട, മീഡിയം കൺസിസ്റ്റൻസിയിൽ നമുക്ക് മാവിനെ റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇനി നമ്മളെ മാവ് ഒന്ന് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഒന്നോ രണ്ടോ മണിക്കൂർ നമുക്കൊന്ന് എന്ത് ചെയ്യുക, റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. ഈസ്റ്റ് ചേർത്തുകൊണ്ടാണ് കേട്ടോ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്. അതിൽ റെസ്റ്റായി വന്നിട്ട്, പക്ഷേ എൻ്റെ മാവില്ലേ ചെറിയ പാത്രം ആയതുകൊണ്ട് തന്നെ ഫുള്ളായിട്ട് മറിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പുറത്തേക്ക് ഞാൻ ഒന്ന് പാത്രം മാറ്റിയിട്ട് ബാക്കിയുള്ള ബാലൻസ് ആണ് തെങ്ങൊക്കെ കാണിക്കുന്നത്. ഫുൾ മറിഞ്ഞതെല്ലാം കാണിക്കാൻ വേണ്ടിയിട്ട് മിസ്സായി പോയിട്ട് ആ ഒരു ടൈം കറണ്ടൊന്നും ഇല്ലാത്തതുകൊണ്ട്. ഇനി നമ്മൾ ചൂടായ പാത്രത്തിലേക്ക് നമ്മൾ ഒരു തവി മാവ് ഒഴിച്ചിട്ട് നല്ലോണം ചുറ്റിച്ചെടുക്കുക കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ആദ്യം ബബിൾസ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് വേണം ബബിൾസിൽ വന്നതിന് ശേഷം വേണം കേട്ടോ അടച്ച് വെക്കാൻ വേണ്ടിയിട്ട്. ഇത് നല്ല അടിപൊളി പെർഫെക്റ്റ് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ 1 കപ്പ് പച്ചരി എടുക്കുന്നുണ്ട് എങ്കിൽ 1/2 കപ്പ് ചോറും അതുപോലെ തന്നെ 1/2 കപ്പ് തേങ്ങ, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മാത്രം ഈസ്റ്റ് ചേർത്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് അളവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്താം കേട്ടോ. അരിൻ്റെ അളവിനനുസരിച്ച് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്താം. പച്ചരി പൊടിയാണെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ തന്നെ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, പെർഫെക്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് കറിൻ്റെ റെസിപ്പി നോക്കാം. സ്കൂളൊക്കെ തുറന്നുകൊണ്ട് തന്നെ എല്ലാ അമ്മമാർക്കും ഭയങ്കര ടെൻഷനായിട്ടുള്ള കാര്യമാണല്ലേ, എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ഉണ്ടാക്കും, നാളെ എന്തുണ്ടാക്കും എന്നുള്ളത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഏറ്റവും അടിപൊളിയായിട്ടുള്ള നല്ലൊരു കോംബോ തന്നെയാണ് കേട്ടോ. ഇതിനോടും നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു അപ്പത്തിന് ഈ ഒരു കറി നല്ല ടേസ്റ്റാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല, എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ ആദ്യം തന്നെ നമ്മളെ വെള്ളക്കടല 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. അത് നല്ലോണം ഒന്ന് കഴുകിയെടുത്തിട്ട് വരാം കേട്ടോ. നല്ലോണം കഴുകിയെടുത്തിട്ട് ഇപ്പോൾ ഞാനിത് നേരത്തെ അരി കുതിർത്ത പോലെ തന്നെ ഇത് രാത്രി തന്നെയായിരുന്നു കേട്ടോ. നമ്മളിങ്ങനത്തെ കടല ഐറ്റംസ് എല്ലാം രാത്രി തന്നെ കേട്ടോ ഞാൻ സോക്ക് ചെയ്യൽ. 1.5 കപ്പ് കടല നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം കുതിർക്കാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ രാവിലെ എണീച്ചിട്ട് ഞാൻ ആദ്യം തന്നെ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. തേങ്ങേൻ്റെ 1-ാം പാലും 2-ാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരു പിടി നമ്മുടെ കാഷ്യൂനട്ട് ഇട്ടില്ലേ അതൊന്ന് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയി. അപ്പോൾ ആ ഒരു സൈഡിൽ മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനത്തെ കുറുമ ഐറ്റംസ് എല്ലാം ഉണ്ടാക്കുമ്പം എപ്പോഴും ഓയിൽ വേണം കേട്ടോ ഒഴിക്കാൻ ശ്രദ്ധിക്കാൻ. വെളിച്ചെണ്ണ ഒഴിച്ചാൽ അതിന് വേറെ തന്നെ ഒരു ടേസ്റ്റിൽ വ്യത്യാസം വരും. അപ്പോൾ ഓയിലൊന്ന് ചൂടായി വന്നാൽ ഇതിലേക്ക് നമ്മൾ സ്പൈസസ് ആയിട്ട് പട്ട, ചെറിയൊരു പീസ് പട്ടയും കറാമ്പ്, അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് നമ്മളെ ഏലക്കായും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ചൂടായി വന്നാൽ ഇതിലേക്ക് ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്,
അതിലിട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല എല്ലാം കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഉള്ളി ഞാനിവിടെ ഏകദേശം 1.5 ഉള്ളി എടുത്തിട്ടുണ്ട്. തക്കാളി 1 തക്കാളി എടുത്തിട്ടില്ല. പച്ചമുളക് 2 പീസ് പച്ചമുളകും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ജസ്റ്റ് ഒന്ന് വഴന്നാൽ മതി. നല്ലോണം അല്ല, ജസ്റ്റ് വഴന്നാൽ മതി. നമ്മളിതിൽ കുക്കറിൽ വിസിലടിക്കുന്നതല്ലേ. അപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് നമ്മളെ വെള്ളക്കടലിട്ട് കുതിർത്ത് വെച്ചിട്ടില്ലേ രാത്രി, അതും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ 2ാം പാൽ ഒഴിച്ചിട്ടാണ് കടല നമ്മൾ വേവിച്ചെടുക്കുന്നത് കേട്ടോ. ഏകദേശം ഒരു 5-6 വിസിൽ കടല വേവാൻ വേണ്ടിയിട്ട് എടുത്ത് ഓരോ കടലേൻ്റെ വേവിനനുസരിച്ചിട്ടിരിക്കും. 4-5 നിങ്ങൾ വിസിലടുപ്പിച്ച് നോക്കുക. എന്നിട്ട് ഒന്ന് പ്രഷർ കളഞ്ഞിട്ട് നോക്കിയതിന് ശേഷം വെന്തിട്ടില്ലെങ്കിൽ ഒരു വിസിലും കൂടി നോക്കിയിട്ട് അടുപ്പിച്ചെടുത്താൽ മതി. എൻ്റെത് ഇപ്പോൾ ഏകദേശം 5 വിസിലോളം അടിച്ചിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വന്നിട്ടോ കടലയിലും വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ലോണം വെന്ത് അതിൻ്റെ വിസിലെല്ലാം കളഞ്ഞതിന് ശേഷം ഞാൻ കുക്കർ ഇവിടെ തുറന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ നല്ലോണം അടിപൊളിയായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1ാം പാലും അതുപോലെ തന്നെ കാഷ്യൂവിൻ്റെ പേസ്റ്റൊക്കെ ചേർത്ത് കൊടുക്കാനുള്ളതല്ലേ. ഇതിലേക്ക് നമുക്ക് വെജീസായിട്ട് നമ്മൾക്ക് ഉരുളക്കിഴങ്ങോ ക്യാരറ്റോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് പ്ലെയിനായിട്ട് നമ്മളെ കടല മാത്രം വെച്ചിട്ടുള്ള ഒരു കുറുമ എന്നിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇനി ഇത് നമുക്ക് ഗ്യാസ് സ്റ്റൗവിലേക്ക് വെച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1ാം പാൽ ചേർത്ത് കൊടുക്കാം. 1ാം പാൽ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം മാത്രം നമുക്ക് എന്ത് ചെയ്യുക, ഇതിലേക്ക് നമ്മളെ കാഷ്യൂ അരച്ച് വെച്ചിട്ടുണ്ട് ഇനി അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കറി ഇപ്പം കുറച്ച് ലൂസായിട്ട് ഉണ്ടെങ്കിലും നമുക്ക് ചൂടാറുന്നതിനനുസരിച്ച് നല്ല തിക്കായിട്ട് ക്രീമായിട്ട് വരും കേട്ടോ. ലാസ്റ്റായിട്ട് നമുക്ക് ഇതിലേക്ക് മല്ലിച്ചപ്പ് അതുപോലെ തന്നെ ഗരം മസാല എല്ലാം ചേർത്ത് കൊടുത്തില്ല നമ്മളെ കറി ഇവിടെ റെഡി ആവും കേട്ടോ. ഇത് നല്ല ക്രീമായിട്ട് നല്ല തിക്കായിട്ടുള്ള കറിയാണ് കേട്ടോ. ഈ ഒരു ടൈം ഇല്ല പോലെ എല്ലാം ഉണ്ടാവില്ല, ചൂടാറുന്നതിനനുസരിച്ച് ഇതിന് കട്ടി കൂടും കേട്ടോ. അപ്പോൾ ഈ ഒരു അപ്പത്തിൻ്റെ കൂടിയാലും ചപ്പാത്തി അങ്ങനെ ഏത് ഐറ്റംസിൻ്റെ കൂടിയാലും ഈ ഒരു കറി നല്ല അടിപൊളി മാച്ചാണ് കേട്ടോ. ഈ വെള്ളക്കടല വെച്ചിട്ട് നമ്മൾ കുറേ രീതിയിൽ കറി ഉണ്ടാക്കലുണ്ട്, പക്ഷേ ഈ ഒരു രീതിയിലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കറി കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോസായിട്ട് വരുന്നത് വരെ ഓക്കെ, ടേക്ക് കെയർ, ബൈ ബൈ.